ഐഡിയ ബ്ലൂമിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ചക്ക വിഭവമായിട്ടാണ്. ചക്കയപ്പം എന്നൊക്കെ പറയുന്നൊരു വിഭവം തന്നെയാണ്. പക്ഷേ അതിൽ ഞാൻ ചേർത്തിരിക്കുന്ന ചേരുവകൾ കുറച്ച് വ്യത്യസ്തമാണ്. അത് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്ക ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ട് സിബിലൊക്കെ കവറിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ, ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. ഒന്നും കേടുവരാതെ ഒരു വർഷത്തോളമൊക്കെ ഇരിക്കും അത്. അതുപോലെ മാങ്ങയാണെങ്കിലും കിട്ടുന്ന സമയത്ത്, നല്ലോണം കിട്ടുന്ന സമയത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ നമുക്ക് കൊതി തോന്നുമ്പോൾ ഇതുപോലെ എടുത്ത് കഴിക്കാം. അപ്പോൾ ഇത് ചക്കയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് അത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വീണ്ടും അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക, പിന്നെ ചെറിയ ജീരകം, അത് രണ്ടും പൊടിച്ചെടുത്ത് വെക്കുക. ഒപ്പം തന്നെ കുറച്ച് തേങ്ങ കൊത്ത് ആക്കിയിട്ട് അത് ഇതുപോലെ നന്നായിട്ട് നെയ്യിൽ വറുത്തെടുക്കുക. ഒരു ഗോൾഡൻ കളറാവുമ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് വറുത്ത റവയാണ്. വറുത്ത റവ ചേർക്കുമ്പോൾ ഈ ജ്യൂസി ആയിട്ടുള്ള അതിലെ വെള്ളമെല്ലാം കൂടെ ഈ റവ വലിച്ചെടുത്തോളും. അപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടും. കാരണം നമുക്കിത് വാഴയിലയിൽ വാരി വെക്കേണ്ടതാണ്. ഒപ്പം തന്നെ അതിലേക്ക് ചേർക്കുന്നത് തേങ്ങ ചിരകിയത് കുറച്ച് ചേർത്ത് കൊടുക്കുക. തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മളതിലേക്ക് ചേർക്കുന്നത് വെല്ലം, അതായത് ശർക്കര പാനി. ആവശ്യത്തിന് മധുരം ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത്ര ചേർക്കുക. അത് നന്നായിട്ട് കുറുക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം ജ്യൂസി ആയി പോവാതിരിക്കാൻ വേണ്ടി. ഒപ്പം തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും ചെറിയ ജീരകവും കൂടി അതിലേക്ക് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പൊടി ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ബാലൻസ് ചെയ്ത ശേഷം വാഴയില കുമ്പിൾ കുത്തിയെടുക്കുക. എനിക്ക് ഇടനയില അല്ലെങ്കിൽ അതുപോലെയുള്ള ഇലകളുണ്ടല്ലോ നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വാഴയില ഉപയോഗിക്കുന്നത്. വാഴയില ഒട്ടും മോശക്കാരനല്ല. അപ്പോൾ അതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ആക്കിയെടുക്കുക. അതിന് ശേഷം അപ്പച്ചെമ്പിലോ ആവിക്ക് വെക്കുന്ന പാത്രങ്ങൾ ഏതായാലും അതിലേക്ക് ഇങ്ങനെ അടുക്കി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. റവ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു മയമില്ലാത്ത രീതിയിലുണ്ടാവും. അതുകൊണ്ട് എല്ലാവർക്കും മടിയുണ്ടാവും കഴിക്കാൻ. ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചക്കയുടെ ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ ഇതിന് മുമ്പ് മറ്റാരെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് കമൻ്റ് ഇടുക.